ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഇടപഴകുന്ന വ്യക്തികൾക്കിടയിൽ ഒരു ഇംപ്രസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആരുമായിട്ടാണോ ഇടപഴകുന്നത് അവരോട് വളരെ ബോൾഡായിട്ട് സ്മൈൽ ചെയ്യുക എന്നുള്ളതാണ്. ബോൾഡായിട്ട് സ്മൈൽ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് സ്മൈൽ ചെയ്യുന്നതിന് പകരം വളരെ ഒരു റൂഡായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം ചിന്തിച്ചുകൊണ്ടാണ് മുഖത്തേക്ക് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, പൊതുവെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പിന്നീട് സംസാരിക്കാനോ ഇടപഴകാനോ തോന്നില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ ആ ഒരു സ്മൈലും ഓട്ടോമാറ്റിക്കലി ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിക്കോളും. സോ നിങ്ങൾ ആരുമായിട്ടാണോ ഇടപഴകുന്നത് അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയി മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ബോൾഡ് സ്മൈൽ നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഡ്രസ് കംഫർട്ടബ്ലി. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ എന്ത് ഔട്ട്ഫിറ്റ് ആണോ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. നേരെ മറിച്ച് നിങ്ങൾ ഡിസ്കംഫർട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലാത്ത ഒരു ഔട്ട്ഫിറ്റ് ധരിച്ചാണ് നിങ്ങൾ പുറത്ത് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കുന്നത്, സ്വാഭാവികമായും നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിലുള്ള ആ ഒരു ഡിസ്കംഫർട്ട് നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെ അത് കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആ ഒരു വസ്ത്രത്തിൽ നിങ്ങൾക്ക് തന്നെ കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുന്ന രീതിയിലുള്ള ഡ്രസ് ധരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഐ കോണ്ടാക്ട് നിലനിർത്താൻ ശ്രമിക്കണം. പലപ്പോഴും ഈ ഒരു കോൺഫിഡൻസ് കുറവുള്ള ആളുകൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും മുഖത്ത് നോക്കി സംസാരിക്കില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ താഴോട്ടോ ഒക്കെ നോക്കി സംസാരിക്കാറാണ് പതിവ്. സോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ആ ഒരു കോൺവെർസേഷൻ നടത്താൻ സാധിക്കും. നെക്സ്റ്റ് വൺ, നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തി കുറച്ച് സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആള്, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കോൺവെർസേഷൻ എൻഗേജ് ആക്കി നിലനിർത്താൻ കഴിയുമ്പോഴാണ്. സോ നിങ്ങൾക്കൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഫൈനൽ വൺ, ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ഇഷ്ടപ്പെടണം, ആ വ്യക്തി എന്നെ ശ്രദ്ധിക്കണം, എനിക്ക് അറ്റൻഷൻ ലഭിക്കണം, ഇങ്ങനെയൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഇടപഴകുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ഒരു അറ്റംപ്റ്റ് ഫെയിലായി പോവുകയാണ് പതിവ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പല ആളുകളും പറയുന്ന ഒരു എക്സ്പീരിയൻസ്. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇടപഴകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞതൊക്കെ ടിപ്സ് ആണ്. നിങ്ങൾക്ക് സ്മൈൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്മൈൽ ചെയ്യുക, നന്നായി ഡ്രസ് ധരിക്കുക, അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് പോസിറ്റീവായ രീതിയിൽ ഒരു കോംപ്ലിമെന്റ് കൊടുത്തുകൊണ്ട് എൻകറേജ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം കൂടി ഉൾപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയി മാറാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്